അപ്പോൾ ഇന്ന് ലെറ്റ്സ് എക്സ്പ്ലോർ സൗത്ത് കൊറിയാസ് 5th ലാർജസ്റ്റ് മെട്രോപൊളിറ്റൻ സിറ്റി ഡേജോൺ. സൗത്ത് കൊറിയയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള സിയോളിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 50 minutes ഓഫ് ട്രെയിൻ ജേർണി ആണ് കേട്ടോ ഡേജോണിലോട്ട്. ദ സിറ്റി ഈസ് ഹോം ടു ഓൾമോസ്റ്റ് 23 യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ്. സോബെക് മൗണ്ടൻസിന്റെയും ഗിയം റിവറിന്റെയും ഇടയിലുള്ള ഒരു വാലിയാണ് ഡേജോൺ with a population of 1.5 million people. The city was a sub-host for the 1986 Asian Games and also hosted Expo in 1993. 1980-കളിൽ മോസ്റ്റ് ഓഫ് ദ നാഷണൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസ് എല്ലാം തന്നെ സിയോളിൽ നിന്ന് ഡേജോണിലോട്ട് മൂവ് ചെയ്യപ്പെട്ടു. ഇത് കണ്ടോ, ഡേജോണിൽ എവിടെ പോയാലും ഈ ക്യൂട്ട് ഏലിയൻ ബേബീസിനെ കാണാൻ പറ്റൂട്ടോ. They're called കുംദോറി, the symbol of Daejeon after the 1993 Expo. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഏതൊരു സിറ്റിയുടെയും ജീവസ്പന്ദനം അറിയണമെങ്കിൽ അത് നടന്ന് കാണുന്നെ വേണം. രാത്രിയുടെ ഇരുട്ടിനെ വെല്ലുവിളിക്കാൻ എന്നോണം പല വർണ്ണങ്ങളായിട്ട് ഇതേ ഇങ്ങനെ മിന്നി തിളങ്ങി നിൽക്കുന്ന അമ്പരചുംബികളായിട്ടുള്ള കെട്ടിടങ്ങളും ദിവസം ഇനിയും അവസാനിച്ചിട്ടില്ല എന്നോണം വാക്കിങ്ങിനും സൈക്ലിങ്ങിനും ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒത്തിരി മനുഷ്യരും. എന്നെ പോലെ സിറ്റി അറിയാനായിട്ട് ക്യാമറയും തൂക്കി നടക്കുന്ന മറ്റു പലരെയും കണ്ടു കേട്ടോ. ഡേജോണിലെ മറ്റൊരു അട്രാക്ഷനാണ് ദേ ഈ കാണുന്ന എക്സ്പോ ബ്രിഡ്ജ്. നമ്മുടെയൊക്കെ ജീവിതം പോലെ ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് ആൻഡ് പെർസ്പെക്ടീവ്സ് ഐ കുഡ് സീ എ ഡിഫറെന്റ് വേർഷൻ ഓഫ് ദ സെയിം ബ്യൂട്ടി. എന്തായാലും ഇന്നത്തെ എൻ്റെ ഈ നടത്തത്തിന്റെ ക്ലൈമാക്സ് ഒരു ലോക്കൽ ഓതന്റിക് ആയിട്ടുള്ള കൊറിയൻ റെസ്റ്റോറന്റിനെ തേടിയിട്ടാണ് കേട്ടോ. അതിനുള്ള കുഞ്ഞു ഹാക്ക് എന്താന്ന് പറയട്ടെ, ഗൂഗിൾ റേറ്റിംഗ് ഒന്നല്ല കേട്ടോ. നമ്മുടെ റെസ്റ്റോറന്റിന്റെ ലുക്ക് ആൻഡ് ഫീൽ ഒന്നും നോക്കാണ്ട് ഏറ്റവും കൂടുതൽ ലോക്കൽ ആൾക്കാർ തിങ്ങി നിൽക്കുന്ന ഒരു റെസ്റ്റോറന്റ് തിരഞ്ഞെടുക്കും. അപ്പോൾ ഇത് ഒരു സീ ഫുഡ് സൂപ്പാണ്, കൂടെ ഗുബോങ് എന്ന് പറയുന്ന ഒരു വൈന്. എനിക്ക് നമ്മുടെ നാട്ടിലെ കള്ളിനോട് സാമ്യം തോന്നി കേട്ടോ. തിരികെ എൻ്റെ ഹോട്ടലിലോട്ടുള്ള യാത്രയിലെ സാരഥിയാണ് ദോയൂൻ. പുള്ളിക്കാരന് നമ്മുടെ ഇന്ത്യയിലെ ഹിന്ദു മതത്തിനെ കുറിച്ചൊക്കെ നല്ല വിവരമാണ് കേട്ടോ. കൃഷ്ണനെയും ശിവനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു, കൂടെ ഇച്ചിരി ബുദ്ധിസവും. എന്തായാലും പുള്ളിനോട് ഗുഡ് നൈറ്റും പറഞ്ഞ് ഞാൻ ഹോട്ടലിലെത്തി. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കും.